നമസ്കാരം. സൗദി അറേബ്യയിലേക്ക് ഒരു മിന്നൽ സന്ദർശനം അജിത് ഡോവൽ നടത്തുമ്പോൾ പലരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതൊരു പശ്ചിമേഷ്യൻ പ്രശ്നത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെയും ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത്തരം ഇറാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഊർജ്ജ പ്രതിസന്ധിയും ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയും ഒക്കെ ഈ നിർണായകമായ സന്ദർശനത്തിന് ഇടയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഊർജ്ജ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായ തീരുമാനങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതും ഒരു ചർച്ചയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം ഇതിലും പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അത് പാകിസ്ഥാനുമായി സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാകുന്ന സമയം എല്ലാ സമയത്തും പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ഈ തീരുമാനങ്ങൾ തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ്റെ തീരുമാനങ്ങളിലൂടെ ബോധ്യമാകുന്നത്. അത് വ്യക്തമായ രീതിയിൽ സൗദി അറേബ്യയെ ധരിപ്പിക്കുക. ഇപ്പോൾ എന്തായിരുന്നു പാകിസ്ഥാൻ ചെയ്തത്? പ്രത്യേകിച്ചും അസിമുനീറിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇൻ്റലിജൻസ് സംവിധാനം തന്നെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അസിമുനീറിന് ഇറാനുമായി വളരെ ശക്തമായ ബന്ധം തന്നെയുണ്ട്. ഈ ഇറാനുമായുള്ള ബന്ധം തുടങ്ങുന്നത് 2016-17 കാലത്ത് പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന സമയത്ത്, ആർമിയുടെ ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ചർച്ചയുണ്ടാകുന്നത്. IRGCയുമായും അവിടുത്തെ ആർമിയുമായിട്ടുമൊക്കെ അസിമുനീറിന് വളരെ ശക്തമായ ബന്ധമുണ്ട്, ബിസിനസ് റിലേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ടുകൂടി ഇറാനെതിരെ നീക്കം നടത്താതിരിക്കുകയായിരുന്നു അസിമുനീർ ഇതുമായി ബന്ധപ്പെട്ട് ചില രഹസ്യ യോഗങ്ങൾ തന്നെ പാകിസ്ഥാനിലെ ഷിയ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച നടത്തി. നിങ്ങൾ ഒരു കാരണവശാലും പാകിസ്ഥാനെതിരെ ഒരു നീക്കവും നടത്തരുത്, പാകിസ്ഥാൻ എന്തായാലും ഇറാനെതിരെ നീങ്ങുവാനായിട്ട് പോകുന്നതേയില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും അന്ന് പറയുന്നത് ഇറാനിലേക്ക്, അതായത് ഇറാൻ്റെ ഈ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഷിയ സമൂഹം, പാകിസ്ഥാനിലെ ഷിയ സമൂഹം, അവരുടെ ഭീകരവാദികൾ ഒരു കാരണവശാലും പാകിസ്ഥാനെ ആക്രമിക്കരുത് എന്ന് ബോധ്യപ്പെടുത്തുവാനായിരുന്നു. അങ്ങനെയല്ല, പാകിസ്ഥാന് ഈ വിഷയത്തിലുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള നിർണായകമായൊരു സന്ദർശനം നടത്തിയത്. ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് വളരെ രഹസ്യമായിട്ട് ഭാരതം അന്വേഷിക്കുകയും അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയോടല്ല ഇപ്പോഴത്തെ പാകിസ്ഥാന് കൂറ് എന്ന് പറയുന്നത് ഇറാനുമായിട്ട് എന്നുള്ള നിർണായകമായ സത്യം, വളരെ കൃത്യമായ അതീവ രഹസ്യമായിട്ടുള്ള ഈ സത്യം സൗദി അറേബ്യയെ ബോധ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ഭാരതം എന്നുള്ളതാണ്. അങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങൾ മാറിമറിയുന്ന ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറയുന്നത് വലിയ ഒരു രോഗി തന്നെയാണ്. പാകിസ്ഥാൻ അതായത് ഒരു ക്യാൻസർ തന്നെയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഈ ലോകത്തെ ഭാരതത്തിന് ബോധ്യപ്പെടുത്തേണ്ടത്. എന്നാലും അത്തരത്തിലുള്ള വളരെ ശക്തമായ ചർച്ച തന്നെയാണ് സൗദി അറേബ്യയിൽ നടന്നിട്ടുള്ളത്. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഉടൻ തന്നെ ഈ POK കേന്ദ്രമാക്കിയൊക്കെയുള്ള ആക്രമണങ്ങൾ നടക്കുവാനുള്ള വലിയ സാധ്യത തന്നെയുണ്ട്. പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ ആക്രമണം നടത്തുവാനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ, പാകിസ്ഥാൻ ആക്രമിക്കാൻ തുടങ്ങുന്നത് മുന്നേ തന്നെ പാകിസ്ഥാനെ ഭാരതം ആക്രമിക്കുമെന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ വളരെ പെട്ടെന്ന്, വളരെ അടുത്ത് തന്നെ ഭാരതം നടത്തും എന്നുള്ളതാണ്. ഭാരതത്തിനെതിരെ 5000-ഓളം ലഷ്കർ ഭീകരന്മാരെ അണിനിരത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഒരു നീക്കം നടത്തുവാൻ വേണ്ടിയിട്ട് പദ്ധതി ഇടുകയുണ്ടായി. പക്ഷേ ആ പദ്ധതിയൊക്കെ അടിമുടി പൊളിച്ചു കളയുകയായിരുന്നു ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. പാകിസ്ഥാനിൽ തന്നെയുള്ള ഭാരതത്തിൻ്റെ രഹസ്യ സംവിധാനങ്ങളൊക്കെയും ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാരതം വിനിയോഗിച്ചിട്ടുണ്ട്. നിർണായകമായ വിവരങ്ങൾ ഭാരതത്തിന് ലഭ്യമായതിനെ തുടർന്ന് തന്നെയാണ് അത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്. എന്തായാലും ഭാരതം ഇത്തരത്തിൽ വളരെ സുരക്ഷിതമായിട്ട്
ഭരിക്കുവാൻ വേണ്ടിയിട്ട് NDA സർക്കാർ ഉള്ളപ്പോൾ എന്തായാലും തീർച്ചയായും ഭാരതത്തിനെതിരെ അത്തരമൊരു ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ അനുവദിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ അതായത് ഇനി എങ്ങനെയുള്ള സ്റ്റെപ്പാണ് മുന്നോട്ട് വയ്ക്കേണ്ടതെന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ശക്തമായ വളരെ നിർണായകമായ ചർച്ചകൾ തന്നെ സൗദി അറേബ്യയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഭാരതം മാത്രമല്ല പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുവാൻ പോകുന്നത്, ഇസ്രായേൽ കൂടിയുണ്ട്. ഇസ്രായേൽ ഈ ആക്രമണത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഇറാനെ ആക്രമിക്കുമ്പോഴല്ല, അതിന് മുന്നേ തന്നെ പാലസ്തീനെ ആക്രമിക്കുമ്പോൾ, പാലസ്തീനിലെ ഈ ഹമാസിനെ ആക്രമിക്കുമ്പോൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആക്രമണം എന്ന് പറയുന്നത് കേവലം ഹമാസിനെ മാത്രമല്ല, മറിച്ച് ഭീകരവാദികൾക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതാണ്. പിന്നീട് തൊട്ടടുത്ത ആക്രമണം എവിടെയാണ് ഉണ്ടായത്? അന്താരാഷ്ട്ര സമൂഹത്തിനകത്ത് ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് ഒരു ഭീകരവാദത്തിൻ്റെ സന്ദേശം പകരുന്ന ഇറാനിലേക്കാണ് ആക്രമണം നടത്തിയത്. 2047 ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമാക്കും എന്ന് പറഞ്ഞ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി. അമേരിക്ക അതിനൊപ്പം നിന്നു. ഇറാനെ അടിമുടി തകർത്തെറിയുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞു. ഇപ്പോഴും ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇറാനെതിരെ നടത്തുന്നത്. ഇറാൻ ഇപ്പോൾ പിന്തുണ കൊടുക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ചൈന തന്നെയാണ്. ഈ ചൈനയുടെ ഈ ചൈനയുടെ ഈ പിന്തുണയേക്കാൾ ഉപരിയായിട്ട് വലിയ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. ഇനി അടുത്ത സമയങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും ഇറാൻ്റെ ബാക്കിയുള്ള അവശേഷിക്കുന്ന ശക്തിയും സംഭരണശേഷിയും ഒക്കെ നശിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഇറാനും കൂടി ഈ ഒത്തുതീർപ്പ് ചർച്ചയെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും തീർച്ചയായും ആ ഒരു ആക്രമണത്തിന് കൂടിയാണ്, ഇറാനെ കത്തിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അങ്ങനെ ഈ ഇറാന് നേരെ ആക്രമണത്തിന് ശേഷം അടുത്ത കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കാര്യമാണ്. ആഗോള ഭീകരവാദ രാജ്യമായ പാകിസ്ഥാനെ കൂടി ഈ അവസരത്തിൽ ഉന്മൂലനം ചെയ്തേ മതിയാകൂ. കാരണം ഭീകരവാദികളുടെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്, ഭീകരവാദികളുടെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ അവരുടെ സൈന്യത്തിൻ്റെ കേന്ദ്രങ്ങൾ പോലും ഈ ഭീകരവാദികളുടെ ട്രെയിനിങ്ങിന് വേണ്ടി കൊടുത്തു. ഭീകരവാദികൾക്ക് ആയുധവും അർത്ഥവും കൊടുത്ത് അവരെ സംരക്ഷിച്ചു നിർത്തി. ഇപ്പോഴുള്ള അസിം മുനീർ എന്ന് പറയുന്നത് ഒരു ലക്ഷണമൊത്ത രീതിയിൽ ഭീകരവാദികളെ ഇത്രയധികം പിന്തുണയ്ക്കുന്ന മതത്തെ ഇത്രയേറെ ശരിയാ നിയമങ്ങളെയും മറ്റ് ഇസ്ലാമിക ശൈലിയിലുള്ള ഒരു ഭരണം നടത്തുന്ന ഭരണാധിപനാണ് ഈ അസിം മുനീർ എന്ന് പറയുന്നത്. ആ അസിം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദികളെ എടുത്ത് കൈവളയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഭരണം മുന്നോട്ട് നീക്കുന്നത്. അതുകൊണ്ട് തന്നെ അസിം മുനീറിനെ അവിടെ നിന്ന് മാറ്റുക, പാകിസ്ഥാനെ നശിപ്പിക്കുക എന്നത് വളരെ ശക്തമായിട്ട് എടുക്കേണ്ട തീരുമാനം തന്നെയാണ്. പ്രത്യേകിച്ചും അസിം മുനീറിനെ പോലുള്ള ആൾ ഇറാന് വേണ്ടിയിട്ട് ശക്തമായി നിലകൊള്ളുന്ന സമയത്ത് തീർച്ചയായിട്ടും സൗദി അറേബ്യയ്ക്ക് മറ്റു മാർഗങ്ങളില്ല. ഭാരതത്തിനൊപ്പം നിലയുറപ്പിക്കുവാനും ഈ ഭാരതം നടത്തുന്ന പാകിസ്ഥാനെതിരെ നടത്തുന്ന നീക്കങ്ങളിലൊക്കെയും പിന്തുണയ്ക്കുവാനും തന്നെയായിരിക്കും ഇനി സൗദി അറേബ്യയുടെ തീരുമാനം. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ സൗദി അറേബ്യയ്ക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു രാജ്യത്തിനെയാണ് സൗദിക്ക് ആവശ്യം. പാകിസ്ഥാൻ അങ്ങനെ സഹകരിക്കുമെന്നാണ് സൗദി അറേബ്യ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് അസ്ഥാനത്തായിപ്പോയി എന്നുള്ളതാണ്. സൗദി അറേബ്യയെ നിരന്തരം ഇറാൻ ആക്രമിച്ചിട്ടും ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാനെ പരോക്ഷമായി പിന്തുണച്ചിരുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ സൗദിക്ക് ബോധ്യമാകുന്നത്. കാരണം അത്തരത്തിൽ സൗദി അറേബ്യയ്ക്ക് വേണ്ടിയിട്ട് ആയുധം നൽകാം, ഈ ഇത്തരമൊരു യുദ്ധം നടന്നാൽ ആയുധം നൽകാം, പാകിസ്ഥാൻ്റെ പട്ടാളത്തെ നൽകാം, സൗദിക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണ കവചം ഒരുക്കാം എന്നതായിരുന്നു സൗദിയുമായിട്ടുള്ള കരാറ്. എത്രയധികം തുകയാണ് പാകിസ്ഥാന് വേണ്ടിയിട്ട് സൗദി അറേബ്യ സഹായിച്ചത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ഭീകരവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും ഇടയ്ക്കൊക്കെ സൗദി അറേബ്യ സഹായിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സൗദി അറേബ്യയ്ക്ക് ഒരു രീതിയിലുള്ള പിന്തുണയും ഇപ്പോൾ പാകിസ്ഥാൻ കൊടുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഭാരതം പാകിസ്ഥാനെതിരെ നിർണായകമായ നീക്കങ്ങൾ നടത്തിയാൽ സൗദി അറേബ്യയുടെ ഉമ്മത്ത് പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക്
10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.